പിണറായി വേഴ്സസ് വി ഡി സതീശനോ, വി ഡി സതീശൻ വേഴ്സസ് പിണറായിയോ? പ്രതിപക്ഷ നേതാവായിരുന്നയാൾ മുഖ്യമന്ത്രിയാവുന്നു, മുഖ്യമന്ത്രിയായിരുന്നയാൾ പ്രതിപക്ഷ നേതാവാകുന്നു. സ്മൃതി, സതീശൻ വേഴ്സസ് പിണറായിയോ? അതെ, തീർച്ചയായും അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു സഭയിൽ എന്നുള്ളത് അതിനൊരു കൗതുകമാണ്. ഇന്ന് ഏറ്റവും നല്ല ജസ്റ്റർ നമ്മൾ കണ്ടല്ലോ. പിണറായി വിജയനെ കാണാൻ പോകുന്ന വി ഡി സതീശൻ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് കുറച്ചു നേരം സംസാരിക്കുന്നു, ചായ കുടിക്കുന്നു. നമ്മളാണ് ആ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആദ്യം കൊടുത്തത്. അതിനുശേഷം പുറത്തെത്തിയ ശേഷം നടത്തിയ പ്രതികരണവും നല്ല ശുഭസൂചന നൽകുന്ന പ്രതികരണം തന്നെയാണ്. ഒരു ആദ്യം തന്നെ ഒരു ശത്രുതയുടെ രീതിയില്ല. വി ഡി സതീശൻ, എനിക്ക് ഓർമ്മയുണ്ട്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്ന ഘട്ടത്തിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമ്പോഴും പറഞ്ഞിരുന്നു, ഭരണം തുടങ്ങട്ടെ, ആദ്യം തന്നെ വിമർശിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം പോകില്ല. അത് വിമർശിക്കുന്ന ഘട്ടങ്ങളിൽ മാത്രം, എല്ലാത്തിലും സമരം എന്നൊരു രീതി ഞങ്ങൾക്കില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, സർക്കാർ എന്നത് തുടർച്ചയാണ്. ആ തുടർച്ചയാവുമ്പോൾ മുൻ സർക്കാരുകൾ കൊണ്ടുവരുന്ന വികസന പദ്ധതികളുടെ ചോദ്യത്തിനുത്തരമായിട്ടാണ് പറഞ്ഞത്. വികസന പദ്ധതികൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നുള്ളതല്ല, പലതും തുടരുക തന്നെയാണ്. എന്നാൽ കറക്ഷൻ വരുത്തേണ്ടതിൽ ആ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞത്. അതായത് വേറൊരു പദ്ധതിയുമില്ലാതെ വന്നു എന്നതിന് അതിനർത്ഥമില്ല. കാരണം മാറ്റം എന്നൊരു വാഗ്ദാനമാണ് വി ഡി സതീശൻ മുന്നോട്ട് വെച്ചത്. ആ മാറ്റത്തിനാണ് ഈ വോട്ട് ലഭിച്ചത് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ മാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലും അദ്ദേഹത്തിന് കൃത്യമായ രൂപരേഖയുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരിക എന്നത് തന്നെയാണ്, അധികാരം കിട്ടിയാൽ അത് ചെയ്യാനുള്ളത് തന്നെയാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹവും അദ്ദേഹം മുന്നിൽ വെച്ചിരിക്കുന്ന കാര്യവും. അപ്പോൾ അതിന് ഒരു നല്ല ടീം തന്നെ, മന്ത്രിമാരുടെ ഒരു നല്ല ടീം തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണെന്ന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ LDF ആകട്ടെ പഴയ നേതൃത്വത്തിൽ തന്നെ വിശ്വാസം അർപ്പിക്കുന്നു. UDFിൻ്റെ കാര്യത്തിൽ ഒരു അടുത്ത തലമുറ എന്ന രൂപത്തിൽ ആ മാറ്റം വരികയാണ്. അതായത് സ്വാതന്ത്ര്യാനന്തരം ജനിക്കുന്ന ആദ്യത്തെ ഒരു മുഖ്യമന്ത്രി എന്ന രൂപത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട്. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ജനവികാരത്തിൽ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നുള്ളത് നടാടെ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് നമ്മൾ 11 ദിവസം നീണ്ട ചർച്ചകളിലൂടെ നമ്മൾ പറഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഭരണശൈലി അത് അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. ആ ഉറപ്പിൻ്റെ ഒരു സൂചനയായി, അതായത് നേരത്തെയുള്ള സർക്കാരിൽ തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ ഒരു തുടർച്ച, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ, അത് കാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു, ഒരു പുതിയ കാർ മേടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പുതിയ കാർ വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ അത് ഭരണ സംവിധാനത്തിൽ നൽകുന്ന റോങ് മെസ്സേജ് ആയിരിക്കും. അതായത് താൻ തന്നെ ഒരു മാതൃക സൃഷ്ടിക്കുക എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ്. അപ്പോൾ ആ തെറ്റായ സന്ദേശം നൽകില്ല. കാരണം അത്രയും സാമ്പത്തിക നില വഷളായി നിൽക്കുന്ന സമയത്ത് ആർഭാടങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് ചില മാതൃകകൾ സൃഷ്ടിക്കണം, അത് താൻ തന്നെ ചെയ്യും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഉള്ള കാർ തന്നെ ഉപയോഗിക്കും, അതിന് കളറും നോക്കില്ല എന്ന് പറയുന്നു. ഏതാണോ നമ്മുടെ പക്കലുള്ള ആ കാർ ഉപയോഗിക്കും. മാത്രമല്ല Z+ കാറ്റഗറി സുരക്ഷയാണെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ പറ്റാവുന്നത്ര ആർഭാടം കുറയ്ക്കും. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയന് 40 അകമ്പടി വാഹനങ്ങൾ പോയിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം പോകുമ്പോൾ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അത് പാടില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയും തനിക്ക് വേണ്ട, താൻ അതിനായിട്ടില്ല എന്നൊരു വാചകം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ആളുകൾ ഒന്നും പുറത്തേക്ക് പറയില്ലെങ്കിലും മനസ്സിലെങ്കിലും പരിഹസിക്കും എന്ന കാര്യം പറയുമ്പോൾ പിഴവുകൾ തിരുത്തുക എന്നതിൻ്റെ സൂചനയായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാതൃക മുഖ്യമന്ത്രി തന്നെ സൃഷ്ടിക്കുമ്പോൾ മറ്റു മന്ത്രിമാർക്ക് ഒരു ആർഭാടത്തിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരു നല്ല മാതൃകയായി മാറുന്നു. പിന്നീട് സർക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യ മേഖലയുടെ കാര്യത്തിലായും അദ്ദേഹത്തിന് ചില കൃത്യമായ ആലോചനകളുണ്ട്. അത് കോൺക്ലേവ് നടത്തി തന്നെ വിദഗ്ധരിൽ നിന്നും ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് ആ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നടപ്പാക്കുക എന്നൊരു വലിയ സ്വപ്നം അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അതാണ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു വലിയ വെല്ലുവിളി വരുന്നത് ഈ ഇന്ദിരാ ഗ്യാരണ്ടി, അത് നടപ്പാക്കാൻ എങ്ങനെ പെട്ടെന്ന് സാധിക്കുമോ എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ KSRTCയുടെ സൗജന്യം അത് നടപ്പാക്കുന്ന 15-ാം തീയതി ആണല്ലോ നിങ്ങൾ വാഗ്ദാനം ചെയ്തതെന്ന് പറഞ്ഞത് യുവമോർച്ച, വനിതാ മോർച്ചയുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. വനിതാ മോർച്ച പ്രതിഷേധം നടത്തുമ്പോൾ അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ അക്കൗണ്ടിൽ നൽകുമെന്ന് പറഞ്ഞാൽ 50 ലക്ഷത്തെക്കുറിച്ചൊന്ന് ഓർക്കണമായിരുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതവിടെ നിൽക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു പ്രതിഷേധം അവിടെ ഇപ്പോൾ ഈ 15-ാം തീയതി ദിവസം മാറ്റി നിർത്താം. ആ ഒരു വാഗ്ദാനം ആദ്യം തന്നെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ വി ഡി സതീശൻ മുൻപ് പറഞ്ഞൊരു കാര്യം, UDF അധികാരത്തിലെത്തിയാൽ ആദ്യം ചെയ്യുക ആശമാരുടെ കാര്യത്തിൽ അവരുടെ ഓണറേറിയം കൂട്ടുക എന്ന തീരുമാനം, അത് നടപ്പാക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. പിന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസ്, അത് എത്രത്തോളം വേഗത്തിൽ നടപ്പാക്കാൻ കഴിയും, അതിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അപ്പോൾ എത്രത്തോളം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയും എന്നുള്ള കാര്യമൊക്കെ വിശദമായി അറിയേണ്ടതാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. ഇപ്പോൾ ഖജനാവ് കാലിയാണ് എന്ന വിമർശനങ്ങൾ AK ആന്റണിയിൽ നിന്ന് നമ്മൾ കണ്ടു, പല നേതാക്കളിൽ നിന്ന് കണ്ടു, വി ഡി സതീശൻ തന്നെ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല, ഖജനാവ് കാലിയല്ല എന്ന് ബാലഗോപാൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ
അങ്ങനെയല്ല എങ്കിൽ ഒരു ധവളപത്രം ഒരു പക്ഷേ ഇറക്കാൻ വി ഡി സതീശൻ തയ്യാറാകുമോ എന്നുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പുറത്തെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയനും വി ഡി സതീശനും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പരസ്പരം ഉന്നയിച്ച ആരോപണങ്ങളും പ്രതികരണങ്ങളുമാണ് അതിലെ ഒരു ഏറ്റവും രസകരമായ ഘടകം. ഇപ്പോൾ നുണേശൻ എന്ന് വിളിച്ചപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നുണറായി എന്ന് തിരിച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ രണ്ട് നേതാക്കൾ തമ്മിൽ കൈ കൊടുത്ത് ചിരിക്കുന്ന ദൃശ്യം നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരൊന്നും പരസ്പര വൈരം ആ രൂപത്തിലില്ല. രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത നിലപാടുകളുമായി പരസ്പരം ഏറ്റുമുട്ടുമ്പോഴും വ്യക്തിപരമായി അങ്ങനെ ഒരു വൈരമില്ല എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് കൂടി അതിനെ ഞാൻ കാണുകയാണ്. ഇനി പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ ഇപ്പോൾ പാർട്ടിക്കകത്ത് മുന്നണിക്കകത്ത് അതെ കൃത്യമായ ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വിശകലനം നടത്തിയ ശേഷം ആണോ പിണറായി വിജയനിലേക്ക് എത്തിയത്, അഥവാ പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റൊരു നേതാവില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടിയും മുന്നണിയും പോയോ എന്നൊരു കാര്യം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ പരാജയത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു, സംസ്ഥാന സമിതി ചേർന്നു. ഇതിലൊക്കെ തന്നെയും പിണറായി വിജയന് നല്ല വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തേക്ക് വന്ന വാർത്തകൾ. വാർത്താ സമ്മേളനത്തിൽ പക്ഷേ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന കാര്യം ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. അത് പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് അതിൽ നടത്തിയിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ നാഥനായ പിണറായി വിജയൻ അതിൽ പ്രതിക്കൂട്ടിലാകും. അപ്പോൾ അത് സംരക്ഷിക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നു. അപ്പുറത്താകട്ടെ CPI പറയുന്നത് പിണറായി വിരുദ്ധ വികാരമുണ്ടെന്നും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുമുള്ള കാര്യമാണ്. പുതിയ നേതൃത്വം വരണമെന്ന് കൂടി പറഞ്ഞിരുന്നു. അത് സന്തോഷ് കുമാർ MP ആണത് പറഞ്ഞത്. പിന്നീട് ബിനോയ് വിശ്വത്തിന് മാറ്റി പറയേണ്ടി വന്നു, ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ കൂടി ഒരു എതിരഭിപ്രായം മുന്നണിയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. പ്രതിപക്ഷ ഉപനേതാവ് വേണമെന്നുള്ള ആവശ്യം CPIയുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. CPM-നകത്ത് ഇപ്പോൾ പരാജയവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിശകലനം നടന്നിട്ടില്ല. താഴെത്തട്ടിലുള്ള ചർച്ചകൾ വരാനിരിക്കുന്നു. അപ്പോൾ പരാജയത്തെ എത്രത്തോളം കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്, അതിലൊരു തിരുത്തൽ വരുത്തുന്നുണ്ട് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടാം നിര നേതാക്കൾ, നല്ല ശക്തരായ രണ്ടാം നിരയുണ്ട്. പിണറായി വിജയന് ശേഷം വരാനിരിക്കുന്ന MP രാജേഷ്, P രാജീവ്, ബാലഗോപാൽ തുടങ്ങിയ പേരുകൾ പറഞ്ഞെങ്കിലും അതിൽ ബാലഗോപാൽ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു നേതാക്കളുടെ ഒരു അഭാവം CPM-നെ LDF-നെ അലട്ടുന്നുണ്ട്. ഇപ്പുറത്ത് ശക്തമായ നിരയുണ്ട് എന്നൊരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് നോക്കാം സഭയ്ക്കകത്ത് ഉണ്ടാകുന്ന ഏറ്റുമുട്ടൽ. ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എങ്ങനെയാണ് അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നത്, ശക്തമായി എതിർക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും അത് വേഴ്സസ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. റൈറ്റ്. Meet the editors.